ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ചായ, എനിക്ക് മാത്രം മതി ചായ. അപ്പോൾ ഒരു തുള്ളി മതി. ഇവിടെ ഇത് കൊള്ളവെള്ളമായിട്ടേ ഇങ്ങനെ ചായക്ക് ഒരു ടേസ്റ്റ് മാറ്റം മൊത്തത്തില്. നമ്മള് കൊള്ളവെള്ളി ഉപയോഗിച്ചായിരുന്നു കേട്ടോ എന്റെ വീട്ടിലൊക്കെ. പക്ഷെ അത് 6 വർഷം മുന്നേ കിണർ വെള്ളം ഉപയോഗിച്ചിട്ട് അതിന്റെ ചോയ നമുക്ക് പെട്ടെന്ന് ശരിയാവണില്ല. ചായക്കൊക്കെ ഒരു ലേശം പൊടിയിട്ട് കഴിയുമ്പോഴേക്കും കോട് വന്നു കേട്ടോ. അപ്പൊ ചായക്ക് വെള്ളം വെച്ചപ്പോ ചായ വെക്കുമ്പോ കുറച്ച് പൊടിയിട്ടാലും കളർ ഭയങ്കര കൂടുതൽ കേട്ടോ. അതാണ് പറഞ്ഞത്. ഓക്കെ, ഈ അടച്ചിട്ടിട്ട് ഈ ഒരു കിച്ചൺ കബോർഡിന്റെ ഉള്ളിലല്ലേ ഒരു ഭയങ്കര മാതിരി സ്മെല്ല്. അതെന്തെങ്കിലും വാങ്ങാൻ വല്ല ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ അടച്ചിട്ടുകൊണ്ടാണാവോ ഞാൻ ഒരു വിധം ഇങ്ങനെ തുറന്നോളൂ കേട്ടോ. എനിക്കതിന്റെ സ്മെല്ല് തീരെ പറ്റണില്ല. ചായയുടെ വെള്ളം ദോശമാവ് ഇരിക്കുന്നുണ്ട്. ഇന്നും കൂടെ ഉള്ള ദോശയ്ക്കുള്ളത് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ പുറത്തേക്ക് എടുത്തേക്കട്ടെ. മീൻകറിയിലോട്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ട പാടില്ല കേട്ടോ. ദോശ മാത്രം ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികൾ രാവിലെ ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടെ 2 ദിവസമായിട്ട് കറണ്ട് ഇല്ല കേട്ടോ. അത് കാരണമാണ് നമുക്ക് ലൈവ് വരാൻ പറ്റാത്തതും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ. 6 മണിക്കാണ് കറണ്ട് വരിക. നമുക്കാണെങ്കിൽ ഒരു ഫോണേ ഉള്ളൂ. ഷാജേട്ടൻ വിളിക്കാൻ വേണ്ടിയിട്ടും അമ്മ വിളിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ പഠിത്തത്തിനും പിന്നെ എൻ്റെ വീഡിയോ എടുക്കാനും ഷോർട്സ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എല്ലാത്തിനും ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ അത് കാരണം മിക്കതും ചാർജ് പറ്റും, ചാർജ് ചെയ്യും, പിന്നെയും ചെയ്യും. അങ്ങനെ ആയിട്ട് നമുക്ക് കറണ്ട് ഇല്ലാണ്ട് നടക്കില്ല. പിന്നെ വൈഫൈയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം ഇങ്ങോട്ട് കിട്ടിയായിരുന്നു. ഇതിപ്പോൾ അതല്ലല്ലോ, മണിക്കൂർ നേരം അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്തത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പാടാണ് കേട്ടോ. അതാണെങ്കിൽ ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഹുദയാണേനും ചില സമയത്ത് ക്ലാരിറ്റി ഉണ്ടാവും, ചില സമയത്ത് കാണാൻ വല്ല ഇവിടെയൊക്കെ പോയ പോലെ മൂന്നാർ ഊട്ടിയിലൊക്കെ പോയ പോലെ ആ കൂടെ മഞ്ഞ് മൂടിയിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആരും ഇതുവരെ ചേച്ചി ക്ലാരിറ്റി കുറവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സമാധാനം. എനിക്ക് തോന്നുന്നത് എൻ്റെ ഫോണിൻ്റെ എനിക്ക് ആ ഡിസ്പ്ലേ പൊട്ടിയോണ്ട് തോന്നണതാണോ ആവോ എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ദോശയൊക്കെ സുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ടാണ് ദോശ ചുട്ടേർന്നത്. ഇന്നിപ്പോൾ കണ്ണുകുട്ടിക്ക് നെയ്യിട്ടിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് 2 തരത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പൂജിട്ട് ഷോർട്സിലേക്ക് കൊടുക്കും, ലോങ് വീഡിയോയ്ക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഒരു കഥയാണ് കേട്ടോ വീഡിയോ എടുക്കണത് എന്ന് പറയണത്. അപ്പോൾ എന്തൊരു ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവളുടെ വിചാരം ഇത് ഷോർട്സ് രൂപത്തിലാണ് എടുക്കണത്. അപ്പോൾ കൺഫ്യൂഷൻ ആയതാണ് ആൾക്ക്. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ അതങ്ങോട്ട് ഫസ്റ്റിൽ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ദോശയൊക്കെ ആയപ്പോൾ കണ്ണുകുട്ടി വേഗം കഴിച്ചിട്ട് പോയി. അവന് എക്സാം രാവിലെയാണല്ലോ. അപ്പോൾ അവൻ കഴിച്ചിട്ട് പോയി. വീഡിയോ എടുക്കാൻ പിന്നാലെ നിന്നാൽ കുട്ടിയുടെ സമയം വൈകി പോകും. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടില്ല. അവന് വയറ് നിറയെ ദോശയും നമ്മുടെ മീൻകറി ചായയൊക്കെ കുടിച്ചിട്ട് ആൾ വേഗം പോയിട്ടുണ്ട്. ഞാനും പൂജിട്ട് പിന്നെ പയ്യെ ഇരുന്നിട്ട് നമുക്കൊരു 10 മണിയൊക്കെ ആവണമല്ലോ, ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ. ചില സമയങ്ങളിൽ ഈ ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവും, ചില സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഓമക്കായ പൊട്ടിക്കാൻ പോകാം. ചാടിക്കാനായി നമുക്ക് കോരുണ്ടോ എന്ത് ചെയ്യും? എന്താണ് മോപ്പിൻ്റെ ഊരാ അല്ലേ? ഇതല്ല, മൂക്ക് പൊട്ടിയാ നമ്മുടെ തുട മുട്ടും. ഓക്കെ, ഇങ്ങനെയാണോ പോവാൻ നല്ലത്, അങ്ങനെയാണോ മാറുന്നു? എവിടെയാണ്? ഞാൻ പൊട്ടിച്ചേരണം. കിട്ടും. തലയ്ക്ക് തട്ടണ്ട കേട്ടോ, ഞാൻ എടുത്തരാം. ആ അതല്ല, താഴത്ത് കുത്തിക്കോ, അതല്ല എളുപ്പം. ആ ഒന്നുകൂടെ അതിന് മൂട്ടിക്ക് കൊണ്ട് കുത്തറാ. ആ ശരി എന്നാ.
യെസ്. കണ്ട പോലെ ആയിരുന്നില്ല കേട്ടോ, വലിയ ഈസി ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കുത്തി ചടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് ഇങ്ങനെ ഇതുണ്ടായിരുന്നില്ല, തോട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളാണെങ്കിൽ മോപ്പിൻ്റെ തോട്ടിയും കോലൊക്കെ ഇട്ടാൽ പോയിട്ടുണ്ടായിരുന്നത്, ഇത് എത്തണം ഉണ്ടായിരുന്നില്ല. ഞാനും പൂച്ചിട്ടും പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ല കേട്ടോ. പിന്നെ അതാ നമുക്ക് അവിടെ ഒരു മുള കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ കുത്തി ചടിച്ച് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ ഉമ്മക്കായ കിട്ടിയിട്ട് നമ്മൾ പോണോടത്തൊരു മുരിങ്ങടല്ലേ ഉമ്മക്കായൊക്കെ എന്തെങ്കിലും ആദ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് ആദ്യം നോക്കുക കേട്ടോ. ഒരു നേരത്തെ കറി വെക്കാനുള്ളത് എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് കാണല്ലേ അതെ കണ്ട്. ഇത് നമ്മളൊന്നൊരു കറി ഇതിന് കുരുല്ല. എന്താ എന്താ കുരുള്ളത്? ആ ചിലതിൽ കുരുണ്ടാവില്ല. അപ്പം അത് ചെത്തിയിട്ട് നമുക്ക് വേഗം ഒരു മോരുകറി സെറ്റ് ചെയ്യണം. പൂജട്ടി പോണതിൻ്റെ മുന്നേ ഒരുവിധം കാര്യങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് വേഗം തോറ്റാം. എനിക്ക് ഓമക്കായ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഓമക്കായയും വൻപയറൊക്കെ ഇട്ടിട്ട് എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ഓമക്കായ കറി വെച്ചാലും ഉപ്പേരി വെച്ചാലും ഓമക്കായ ഉള്ളിയും മുളകൊക്കെ കുത്തിയിട്ട് ഉപ്പേരി മാത്രം മതി എനിക്ക് ചോറിനാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഓമക്കായ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ ഭാഗ്യം കേട്ടോ. അവിടെ മുരിങ്ങടലില്ല, എന്തെങ്കിലും ഒന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. മുരിങ്ങ കൊമ്പ് ഒരു കൊമ്പ് കുത്തണം, അവിടെ ഉണ്ട് ഒരു കൊമ്പ് നിൽക്കണം, പക്ഷെ അത് കുഞ്ഞതാ. ഇനി 2 കൊമ്പും കൂടെ അവിടെ ഇവിടെയൊക്കെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലേ എങ്ങനെയായാലും നമ്മളൊരു കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ അവിടെ നിൽക്കേണ്ടാവുമായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ദൈവം എത്തിച്ച് എന്താണ് ഒന്നും ഒരു പ്ലാന് ദൈവത്തിൻ്റെ കയ്യിലല്ലേ, നമുക്കില്ലല്ലോ. ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കെങ്കിലും ഒരു നേരത്തെ കറിയാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ മുരിങ്ങടലും കാര്യങ്ങളൊക്കെ അവിടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിക്കോട്ടേന്നേ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ. നമ്മൾ വെച്ചതാണെന്ന് നമുക്ക് ഓർക്കെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓമക്കായ നല്ലോണം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഈ കുമ്പളങ്ങ കറി വയ്ക്കണ പോലെയാണ് കേട്ടോ, മോര് കറിയാണ് വയ്ക്കണേ. അപ്പോൾ കുമ്പളങ്ങ കഷ്ണം അരിയണ പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും നുറുക്കിയിട്ടു, ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് വിസിലടിക്കുക. ഒരു 2-3 വിസിലൊക്കെ ആകുമ്പോഴേക്കും അടിപൊളിയായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു 3-4 അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കണം ഓണത്തിൻ്റെ മുന്നേ ആയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണൻകുട്ടിക്ക് നല്ല ഇഷ്ടം അച്ചാർ. അവനത് ഒരുവിധം അച്ചാറുകളൊക്കെ അവന് ഇഷ്ടമായതുകൊണ്ട് അത് മാത്രം മതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് നാളികേരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊളിച്ച് വെച്ചതായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തുപ്പും കാര്യങ്ങളും കളഞ്ഞാൽ മതി കേട്ടോ. നല്ല മധുരമുള്ള വെള്ളമാണെങ്കിൽ ഞാൻ മാട്ടം കുടിക്കും, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കി, ചിലതാണെങ്കിൽ കൂറ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ആദ്യം ഒന്ന് കുഞ്ഞത് കുടിച്ച് നോക്കിയിട്ടാണ്. പക്ഷേ പൊട്ടിക്കുമ്പോൾ ഒട്ടുമിക്കതിൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ടാണ് പൊട്ടിക്കാറ്. ഇനിയിപ്പോൾ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, അവിടെ നിന്ന് ഇതിൻ്റെ തുപ്പും പൊടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ. പൂജയ്ക്ക് ഈ കാണിച്ചു തരുന്ന വാഴക്കൊല അപ്പുറത്തേക്ക് തൂങ്ങി കിടക്കണതാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ വാഴയാണ്, എവിടെ നോക്കിയാലും വാഴമയാണ് കേട്ടോ. എനിക്ക് ഈ പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റിവിറ്റി തോന്നുന്നു നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ഭയങ്കര രസമാണല്ലോ പച്ചപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഴയും അതും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മരവാഴ ഉണ്ടല്ലോ, ഇനി വേറെ എന്തിനാ വാഴ എന്നൊന്നും നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു പുതിച്ചോറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിട്ടൊരു വാഴല തപ്പി പിടിച്ച് കൊണ്ടുവരണം കേട്ടോ. നിൽക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അത് ഒട്ടുമിക്കതും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നമ്മൾ ഈ നിൽക്കുന്നിടത്ത് വാഴയും തെങ്ങൊക്കെ നടുമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആഭാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പച്ചണ കാര്യങ്ങളല്ലേ നമ്മൾ നടാൻ വേണ്ടിയിട്ട് നോക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് വാഴയില കണ്ടതും അതിലും വലിയ സന്തോഷമാണ്. ഇപ്പോൾ ദാ നമ്മൾ അരപ്പിലേക്ക് വേണ്ടിയിട്ട് നാളികേരം, ചെറുള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, 2 കുരുമുളക് മണി, പിന്നെ തൈര് എല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരൊറ്റ അരക്കലേട്ടാ. നമ്മൾ ഈ അരപ്പിൽ വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുക, ഞാൻ തൈര് വെച്ചിട്ടാണ് അരയ്ക്കുക കേട്ടോ. മോര് കറിയല്ലേ, അപ്പോൾ എക്സ്ട്രാ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ കുറുന്നനെ ചാറ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സർവാനും കറി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ മിക്സി അരയ്ക്കുന്ന സമയം കൊണ്ട് അവിടെ ഒതുക്കാനുള്ള സാധനങ്ങളായിട്ട് ഒതുക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിക്കേണ്ട താമസമേ ഉള്ളൂ. അതിൻ്റെ പ്രഷറൊന്നും മാറട്ടെ. നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു കുട്ടി
ഈ കുക്കർ പൊട്ടി തെറിച്ചിട്ട് മുഖമൊക്കെ പൊള്ളി മറിഞ്ഞിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും ഇങ്ങനെ പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളമാക്കി നല്ല പ്രഷർ കളഞ്ഞിട്ടാണ് കണ്ടതിന് ശേഷം ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു നമ്മുടെ ഇതില്ലേ കുക്കറിൻ്റെ അടപ്പ്, അതിനകത്തുനിന്ന് ഹോളിൽ നിന്നൊക്കെ ഞാൻ കാര്യങ്ങൾ ഫുഡിൻ്റെ സംഭവമൊക്കെ ഈർക്കലുകൊണ്ട് കുത്തിയെടുത്ത് അതിനടിയിൽ കൂടെ വെള്ളം പോകണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ അത്രയും എനിക്ക് പേടിയാണ് ഈ സംഭവങ്ങളൊക്കെ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഒരു കെയറിങ് കൂടുതലാണ് എനിക്ക്, എക്കശങ്ക കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ കറിയുടെ പ്രഷറുകൾ മാറുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചിക്കനൊക്കെ അല്ലേ ഒന്നുകൂടെ കുഞ്ഞു കഷ്ണങ്ങളാക്കാൻ വിചാരിച്ചു. വരട്ടുകയാണെങ്കിൽ എനിക്ക് വലിയ പീസിനേക്കാളും ഇഷ്ടം കുഞ്ഞു പീസുകളാക്കണതാണ് കേട്ടോ. അപ്പോഴാണ് അതിലേക്ക് ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ നല്ലോണം പിടിക്കുള്ളൂ മസാലയ്ക്ക്. വലുതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിളയുന്നതന്നെ ഇരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നും കൂടെ കുഞ്ഞതാക്കി. പിന്നെ ഒരു പങ്ക് നമ്മൾ കറിക്കുള്ളത് മാറ്റി വെക്കുകയും ചെയ്തു. എന്നിട്ട് നമുക്കിപ്പോൾ വരട്ടാനുള്ളത് ഇങ്ങോട്ട് മാറ്റി കഴുകി ഒന്നും കൂടെ വാഷ് ചെയ്ത് വെച്ചു. ഇതൊക്കെ വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടി സുറുക്കൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഫ്രീസറിൽ വെക്കാനാണ്. രണ്ടാമത് എടുത്തിട്ട് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വട്ടം കൂടെ ഞാനൊന്നും കൂടെ വാഷ് ചെയ്യും കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കഷ്ണം വെന്തിട്ട് അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മോരുകറി ഇതാ സെറ്റായിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും നമ്മുടെ ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മസാല ഒന്ന് ആക്കി വെക്കും കേട്ടോ. എന്താ വെച്ചാൽ വഴലണ സമയം കൊണ്ട് അതിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വഴറ്റണയിലിട്ടിട്ട് അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഈ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മസാല അങ്ങോട്ട് പുരട്ടി വെച്ചു കേട്ടോ. അതങ്ങനെ ഇരിക്കട്ടെ. മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് അടച്ചു വെച്ചു. സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൂജട്ടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതുണ്ടാക്കേണ്ട പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് പൊടിയോൾ നമ്മൾ എടുത്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെടുത്തേക്കുക. കറി ആയി തിളച്ച് വന്നപ്പോൾ ഇനി നമുക്കത് കടുക് വറുത്തിടണ്ടേ. ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകും വറ്റൽമുളകും ഉലുവയും പിന്നെ പറഞ്ഞ പോലെ വേപ്പില എല്ലാം കൂടെ ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കാച്ചിടുക. ഇതൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഈ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ മോരുകറിക്ക് ഉലുവ ഇടാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഉലുവ മസ്റ്റാണ്. അതും കൂടെ പൊട്ടിച്ചു. ഇനി നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ താളിപ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു പൂച്ചക്കരച്ചിൽ കേൾക്കണില്ലേ? അവിടെ 2 പൂച്ചകളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാടൻ പൂച്ചയുണ്ട്. ആ കറുത്ത പൂച്ചേനെ കാണുമ്പോഴേക്കും ഇവറ്റ കടന്നിട്ട് പേടിച്ച് വിറക്കും കേട്ടോ. അപ്പോൾ കരയണതാണിത്. ഞാൻ ആദ്യം ഒന്നും ഒരു ഐഡിയ കിട്ടാറുന്നില്ല. കുറേ നേരം സൈലൻ്റ് ആയിരിക്കണം വിട്ട് എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ വയലൻ്റ് ആവണമെന്ന് വിചാരിച്ച് ചുറ്റോടെ നോക്കുമ്പോൾ ഈ ഒരു കാടനെ കണ്ടിട്ടാണ് കേട്ടോ. ഭയങ്കര പേടിയാണേ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പോഴത്തെ കാലത്ത് പൂച്ചകൾക്കും അങ്ങനെ ആണുങ്ങളൊക്കെ പേടിയാണ് അല്ലേ. അത് വരുമ്പോഴേക്കും ഇങ്ങോട്ട് പേടിച്ച് വരയ്ക്കുക. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. പേടിയും കാര്യങ്ങളൊക്കെ പണ്ടത്തെ അമ്മമാരെ പോലെ ഭർത്താക്കന്മാരൊക്കെ കാണുമ്പോഴേക്കും പേടിച്ച് വിറയ്ക്കണ പോലെ കേട്ടോ. കുടിച്ചൊക്കെ വരണേ. എനിക്കത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവരെ വഴിക്ക് വിട്ടിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചു. എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക പൊട്ടിച്ചു കേട്ടോ. ഇനി അതവിടെ കിടന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഗൈസ് ഇവിടെ ഒരാളുണ്ട് കണ്ടോ. എക്സാമിന് പോകാൻ അരമണിക്കൂറിൻ്റെ മേക്കപ്പാണ് ഗൈസ്. എല്ലാവരും കാണണം. ഇങ്ങോട്ട് തിരിക്കും. എന്താ മോള് ആ ഡ്രസ്സ് അവിടെ നിന്ന് മാറ്റി പോയിട്ട് കണ്ട ഇങ്ങോട്ട് തിരിഞ്ഞാ നോട്ടെ. ഇപ്പോഴാണ് ഇവിടെ എങ്ങനെ ക്ലാരിറ്റി. അതവിടെ ക്ലാരിറ്റി കുറച്ച് വെച്ചിട്ടാ പൊന്ന. എന്നാൽ ശരി, ഞാൻ എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ചിക്കൻ കറി ഗൈസ് ദാ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങോട്ട് വഴണ്ട് വരണേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വേഗം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് മാമുണ്ണണം കേട്ടോ. സമയമായിട്ടൊന്നുമില്ല മാമുണ്ണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. വേഗം ഫുഡ് അങ്ങോട്ട് ആയ ഒരു സമാധാനമാണല്ലോ. അതെടാ എന്നാ വേഗം പൊക്കും. ചാറ്റ ഗേറ്റ് അടയ്ക്കൂ കേട്ടോ. വേഗം ആയോട്ടോ കഴിഞ്ഞിട്ട്. അതന്നെ ഒരുപാട് നേരം നിൽക്കല്ലേ. ഒരാളുണ്ട് കേട്ടോ. രാവിലെ വന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. ഞാനൊരു ചിക്കൻ്റെ കഷ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 കഷ്ണമൊക്കെ കഴിച്ചിട്ട് ആളിങ്ങനെ സുഖമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വേണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ ഒരാളുണ്ട് ഇവിടെ. അവിടെ ഉണ്ടായിരുന്നു ഒരു 3-4-5 ആൾക്കാർ കേട്ടോ. ഇവിടെ ഉണ്ട് ഒരാൾ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കും കേട്ടോ. തക്കാളി വെന്തുടഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ചിക്കനൊക്കെ ആഡ് ആക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഇപ്പോൾ ഈ മസാല ഒന്നും പുറത്തിയിട്ടില്ലെങ്കിൽ ഈ തക്കാളി
ഉടഞ്ഞ സമയത്ത് നമ്മൾ പൊടിയോളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ അതിലേക്കാണ്ട് തട്ടി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് അടച്ച് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് ഒരു ലേശം, നമ്മളിപ്പോൾ കറിയൊന്നുമല്ലല്ലോ വരട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ കൈയോടെ 2-3 പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്, അതങ്ങോട്ട് കഴുകി വെച്ചു. ഇനി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമുക്കിങ്ങനെ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഒരു റേക്ക് വഴി ഈ ഒരു ഷെൽഫിനകത്ത് വെക്കുമ്പോഴേ ഒരുമാതിരി സ്മെല്ലുണ്ട്. ഈ അടഞ്ഞ് കിടന്നിട്ട് ഇതിങ്ങോട്ട് റെഡി ആവണില്ല. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു. അപ്പോൾ ഈ ഡെയിലി എടുക്കുന്ന പാത്രങ്ങളൊക്കെ അവിടെ വെക്കേണ്ടല്ലോ, ഒന്ന് എടുക്കുമ്പോൾ ഇത് സോപ്പിട്ട് കഴുകണം, വലിയ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇങ്ങോട്ട് റെഡിയായി. ഇനി കുറച്ച് 2 നാഴി ചോറും കൂടെ, 2 ഗ്ലാസ് ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതാ ചിക്കൻ സൂപ്പറായി വെന്തിട്ടുണ്ട് കേട്ടോ. ഹായ്, ഹലോ. ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കിട്ടോ. കുളി കഴിഞ്ഞു, കണ്ണൻകുട്ടി വരാറാവുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാം കണ്ണൻകുട്ടി വരുന്നത് ആ റോട്ടിലേക്ക് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ സോറി. അപ്പോൾ റോട്ടിലേക്ക് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ അങ്ങോട്ട് അവനെ കണ്ടപ്പോൾ, എൻ്റെ ഏട്ടൻ അവനെ കണ്ടപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങോട്ട് കൊടുന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാമ്പോൾ വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൊണ്ട് ഒതുങ്ങി ഇങ്ങോട്ട് വരണുള്ളൂ കേട്ടോ. ഒരു മിനിറ്റിൻ്റെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ഞാൻ വല്ല ജയിലില്ലാ തോന്നുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ ഒരു ഒക്കെ കൂടെ അങ്ങോട്ട് ഒതുങ്ങിയൊരു ഇവിടെ വന്ന് തഞ്ചി വരണുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു കൈ വഴക്കം ഇങ്ങോട്ട് ആയി വരണുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ 12:45, 1 മണി 1:15 12:45 കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കുളിക്കുക പറഞ്ഞാൽ രാവിലെ ഒരു കുളി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് തല നനയ്ക്കില്ല വിചാരിച്ചു. ഇന്നലേക്ക് വെള്ളം മാറി കുളിച്ചിട്ട് ഭയങ്കര തലവേദന, ഇവിടെ ഈ പെരടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തല നനയ്ക്കില്ല എന്ന് പറഞ്ഞാൽ രാവിലെ മേലെ എഴുതിയിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ തുടയ്ക്കും കൂടെ ചെയ്തൊക്കെ കാണിച്ചില്ല കേട്ടോ. എനിക്ക് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അത് ഓഫായി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ആ കൂടെ അലമ്പായി. അപ്പോൾ ഞാൻ കുളിച്ചപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മുടെ കട്ടിൽ ബെഡില്ല കേട്ടോ, അങ്ങനെ വിരിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തതാണ്. നമ്മുടെ ബെഡ് പൊട്ടയായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഇനി കണ്ണക്കുട്ടി വന്ന് നമുക്ക് ഫുഡ് കഴിക്കണം. പറ്റുകയാണെങ്കിൽ നമുക്ക് തോട്ടിൽ പോകണം തിരുമ്പാൻ വേണ്ടിയിട്ട്. 2 ദിവസത്തെ തിരുമ്പാണ്ട് കേട്ടോ. തിരുമ്പണ കല്ല് റെഡിയാൻ വാങ്ങിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ കൈ കടയണം. അപ്പം ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ നോക്കിയിരിക്കുക, വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും കണ്ണൻകുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടനാണിത് കേട്ടോ. പിന്നെ ഞാൻ, പിന്നെ അനിയൻ, അങ്ങനെയാണ് ഞങ്ങൾ 3 മക്കളാണേ. അവൻ വന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അവന് ചോറൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ചിക്കനായിരുന്നു ഇത്ര ഇന്നലെ അവിടെ. അപ്പോൾ അതുകൊണ്ട് വേണ്ട, പൊരിച്ചതാണെങ്കിൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ പൊരിച്ചതില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വേണ്ട എന്നൊക്കെ പറഞ്ഞു. കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ആളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണൻകുട്ടിക്ക് ചോറൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചോറും മോരുകറിയും ചിക്കൻ പരട്ടും കൂട്ടിയിട്ട് ആളിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഞാനും അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാം അവിടെ ഒന്ന് അടിച്ച് വാരിയിട്ടു. രാവിലെ അടിച്ച് വാരി തുടച്ചതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് അടിച്ച് വാരിയിട്ടു. വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഒന്ന് വൃത്തിയായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് അടിച്ച് വാരിയിട്ടു. കണ്ടോ, എനിക്ക് ക്യാമറയുടെ ചില സമയത്ത് നല്ല ക്ലാരിറ്റി കുറവുണ്ട്. അതിന് ഞാൻ വെക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ, സീ യു.